ബൈബിളിലെ ഒരു ഭാഗമുണ്ട്. അത് അങ്ങനെ വലിയ ബൈബിളിന്റെ വാചകങ്ങൾ വിവർത്തനം ചെയ്യാൻ അറിയില്ല എങ്കിൽ പോലും അതിനകത്ത് പറയുന്ന ഒരു ചെറിയൊരു ഇൻസിഡന്റ്, ഒരു തളർവാദ രോഗി ആ ഒരു കുളത്തിന് സൈഡിലായിട്ട് അയാൾ കിടക്കുന്നുണ്ട്. ഞാനത് ഫേസ്ബുക്കിൽ മുഖപ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതാ. പുള്ളിക്കാരൻ കുറെ കാലങ്ങളായിട്ട് യേശു വരുന്നതും കാത്ത് ഈ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ ഒരു ഉടുപ്പുമ്മ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഉടുപ്പുമ്മയൊക്കെ ഒന്ന് തൊട്ടാൽ മതി, സുഖം പ്രാപിക്കും. തളർവാദ രോഗിയാണല്ലോ. പക്ഷെ പുള്ളിക്കാരൻ കാലങ്ങളായിട്ട് ആ കുളത്തിന്റെ അടുത്ത് നിൽക്കാണ്. ഒന്ന് ആ കുളത്തിലേക്ക് ഇറങ്ങി ആ ജലം ഇളകുമ്പോൾ ആ പുള്ളിക്കാരനൊന്നും അവിടേക്ക് ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല. ജനങ്ങനെ വരാണ്. യേശുവിന്റെ ക്രിസ്തുവിന്റെ അത്ഭുത പ്രവൃത്തികള് രോഗശാന്തിക്ക് വേണ്ടി ചാടി വീടി ഓടി കുളത്തിൽ ചാടി വീഴാണ്. പക്ഷെ ഈ പുള്ളിക്കാരൻ കാലങ്ങളോളം ആ കരയിൽ നിന്നിട്ട് ഒരാൾ പോലും തിരിഞ്ഞില്ല, നോക്കിയില്ല. ആ പുള്ളിക്കാരനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് പറ്റി, നിങ്ങൾക്ക് എന്താണ് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ജലമിളകുമ്പോൾ ക്രിസ്തു വരുമ്പോൾ അതിലേക്കൊന്ന് ഇറക്കി വിടാൻ എനിക്കൊരു സുഹൃത്തില്ലാതെ പോയി എന്ന് വിലപിക്കുന്ന ആ തളർവാദ രോഗിയുടെ അനുഭവം ഞാൻ ഈ അവസരത്തിൽ ഓർത്തുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഇത്തരത്തിലുള്ള നമ്മുടെ ആപത്ത് കാലത്ത് നമ്മളെ കൈപ്പിടിച്ച് നമ്മളെ കുളത്തിലേക്ക് ഇറക്കുവാൻ, നമ്മുടെ ജീവിത ബുദ്ധിമുട്ടുകളെ നമ്മളെ കൈപ്പിടിച്ച് കരകയറ്റുവാൻ നമുക്ക് കൂടുതൽ കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനം വരെ മുഴുവൻ ആളുകളും മുഴുവൻ